വിഷുവിന് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഇവളെന്തായി കാട്ടണമെന്ന് നോക്കിയപ്പോഴേക്കും റിബാബ് മാറ്റ് ഒരുക്കാൻ തുടങ്ങിയിരുന്നു. കണിയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിലെ സീൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അക്ഷിത പറയുന്നത്. അപ്പോൾ പിന്നെ അവളുടെ ഒരു പൂ ചൂടാത്ത വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. സൗമ്യ ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തുന്നുണ്ട്. കറക്റ്റ് എല്ലാം കിട്ടിയില്ലേ എന്നുള്ളതായിരുന്നു അവളുടെ ആ നോട്ടം. ഇതാണ് സീന്. കണി ഇതുവരെ ഒരുക്കി സെറ്റാക്കിയ അഖിലെ തന്നെ കണി കാണിക്കാൻ കണ്ണുകൊത്തി ലത ചേച്ചി കൊണ്ടുവന്ന് കത്തിച്ച വിളക്കിന് മുന്നിലെത്തിയപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. വിഷുക്കണി ഒരുക്കിയത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം അഖിലക്ക് കൈനീട്ടം കിട്ടിയാൽ കൊള്ളാമെന്നായി. അതിനെന്താ മോളെ ചേച്ചി തരുമല്ലോന്നും പറഞ്ഞിട്ട് ചേച്ചി അഖില ഒരുക്കിയ കണിയിൽ നിന്ന് ഏതോ രാജ്യത്തെ ഒരു നോട്ടെടുത്ത് ഐശ്വര്യമായിട്ട് അവൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി ആത്മാർത്ഥമായിട്ട് കൈനീട്ടം തന്നു കേട്ടോ. എനിക്ക് കിട്ടിയ കൈനീട്ടം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചേച്ചി സ്നേഹത്തോടെ തന്നതല്ലേ. അവസാനം വീഡിയോ എടുത്തിരുന്നു ഉണ്ണിമോളെ വിളിച്ചിട്ട്. അവൾക്ക് കൈനീട്ടം കൊടുക്കാനും ചേച്ചി മറന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവസാനം അതൊക്കെയല്ലേ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്ന് കുടലി കരിയണുണ്ടായിരുന്നു. ഇല വരച്ച് സെറ്റാക്കുന്നിടത്ത് ഒന്നും അറിയില്ലെങ്കിലും കാരണത്തീരുടെ പോലെ ഉണ്ണിമോളിരുന്ന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ചേച്ചി ഐശ്വര്യമായിട്ട് ഇലയിൽ ഉപ്പ് വിളമ്പി തുടങ്ങി. പിന്നെ അച്ചാറ് വന്നു, കൊണ്ടാട്ടമുളക് വന്നു. പിന്നെ ഓരോരുത്തരും കിട്ടിയതെല്ലാം എടുത്ത് ഓരോന്നായി വിളമ്പി. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല കളർഫുൾ വിഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും മക്കളുടെ എല്ലാം കൺട്രോൾ പോയി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അഖില അങ്ങനെ പറഞ്ഞത്. പക്ഷേ കുട്ടികളെല്ലാം ക്ഷമയോടെ അതെല്ലാം വിളമ്പുന്നത് വരെ കാത്തിരുന്നു കേട്ടാ. മക്കളെല്ലാം ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ് നോക്കിയിരുന്ന് കണ്ടിരുന്നത്. പിന്നെ അവരെ ചോറ് കൊടുത്ത് നെയ്യൊഴിച്ച് പരിപ്പൊഴിച്ച് ട്രഡീഷണൽ രീതിയിൽ തന്നെ സദ്യ വിളമ്പി അവരെ കൊണ്ട് കഴിപ്പിച്ചു. മക്കളെല്ലാം സെറ്റാക്കിയ ശേഷം നമുക്ക് കഴിക്കാനുള്ള ഇലയിട്ടു. ഞാൻ റെഡിയെന്നും പറഞ്ഞ് ചേച്ചി ഇരിക്കണ ഇരിപ്പ് കണ്ടോ. കുട്ടികളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ മുഖത്ത്. പിന്നെ എല്ലാവരും ചേച്ചിക്ക് വേഗം ഓരോന്നായിട്ട് വിളമ്പിക്കൊടുത്തു. ഏതൊക്കെ വിഭവങ്ങൾ എവിടേക്കാണ് വിളമ്പേണ്ടതെന്ന് ചേച്ചി തന്നെയാണ് പറഞ്ഞു തന്നത്. അപ്പോഴേക്കും ഒരു സൈഡിൽ മുണ്ടഴിക്കൽ വരെ നടക്കുന്നുണ്ട്. ജോപ്പൻ ആലോചിക്കുക, എങ്ങനെ ഇരിക്കുമ്പോഴും എൻ്റെ 2 കാലും പുറത്താണല്ലോ, പിന്നെ എന്തിനാ ഈ കുന്ത്രാണ്ടം വലിച്ചു ചുറ്റിയേക്കുന്നതെന്ന്. അല്ല, പിന്നെ അവൻ അതെല്ലാം ഊരി മാറ്റി നല്ല സമാധാനമായിട്ട് ഇരുന്ന് സദ്യ കഴിക്കാൻ തുടങ്ങി. ആൻ്റെ ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ബഹളെല്ലാം കണ്ടിട്ട് തമ്പുരാനെ ഇതെൻ്റെ വീട് തന്നെയല്ലേ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചമ്രം പടിഞ്ഞിരിക്കാനൊന്നും കുഞ്ഞാൻ തോണിയെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും
ഇത്രയും വലിയ ഇലയും അതിൽ നിറയെ കളർഫുൾ വിഭവങ്ങളും അവനെ സ്വന്തം വാരിക്കഴിക്കാൻ സമ്മതിച്ചതും ഒക്കെ കൊണ്ടായിരിക്കാം അവൻ്റെ കുഞ്ഞു മുഖത്ത് നിറയെ കൗതുകമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള സദ്യയും ഏകദേശം വിളമ്പി സെറ്റാക്കിക്കൊണ്ടിരുന്നു. എത്ര നേരം എന്ന് വെച്ചാൽ എങ്ങനെ ക്ഷമിച്ചിരിക്കുക എന്ന മട്ടിൽ ചേച്ചി എടുത്ത് കഴിച്ചത് കറക്റ്റ് ക്യാമറയിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള അവിയലും കാളനും തോരനും ബീട്രൂട്ട് പച്ചടി കൂട്ടുകറി പൈനാപ്പിൾ പുളിശ്ശേരി അങ്ങനെ ഓരോന്നായി ഇലയിൽ വിളമ്പി വെച്ചു. ചേച്ചിയുടെ കൂട്ടുകാരനടുത്ത് വന്നിരുന്ന സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. അവസാനം നമ്മളെല്ലാവരും സദ്യ കഴിക്കാനിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി ഫോട്ടോ എടുപ്പ്, അതില്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ? പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി നമ്മൾ തന്നെ പരസ്പരം വിളമ്പി കൊടുത്ത് കഴിപ്പിക്കുന്ന ആ ടേസ്റ്റും സന്തോഷവും ഒന്നും ഒരു ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാലും കിട്ടൂലല്ലോ. വളരെ മാന്യമായിട്ട് ചമ്രം പടിഞ്ഞിരുന്ന് സദ്യ കഴിക്കാൻ തുടങ്ങിയതിൻ്റെ അവസാനം ഈ പരുവമായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഞങ്ങളെല്ലാം ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ജിമ്മിൽ നിന്നാണ്. ഈ ഇരുത്തം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ എന്താണ് അവിടെ ചെയ്യാറുണ്ടാവുക എന്നുള്ളത്. അവസാനം ഞങ്ങളുടെ ചേച്ചിയെ പൊക്കിയെടുക്കേണ്ടി വന്നു. ഈ വീഡിയോ എങ്ങാനും ഞങ്ങളുടെ ട്രെയിനർ കണ്ട ഒരെണ്ണത്തിനെ ആ വഴിക്കെടുപ്പിക്കില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ വിഷുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ.